ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുകുന്ദനെ ഫോണിലൂടെ ചന്ദ്രമോഹൻ അറിയിക്കുന്നുണ്ട്. മുകുന്ദൻ ഏർപ്പാട് ചെയ്ത പോലെ ഫുഡ് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ മീനാക്ഷിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. തുളസിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയും പുള്ളിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പിന്നെ ഇത് മീനാക്ഷിയുടെയും കൂടെ ആരോഗ്യത്തിനാണല്ലോ എന്നോർത്തിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. മുകുന്ദൻ പറയും ഇനി പുള്ളിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോവണ്ട, പുള്ളി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന്. പിന്നെ ചോദിക്കുന്നുണ്ട് ഇനി മീനാക്ഷി ഹോസ്പിറ്റലിൽ വരുന്നത് എന്നാന്ന് അറിയുമ്പം അത് എന്നെയും കൂടി അറിയിക്കുമോ, എനിക്കും ആ സമയം ഹോസ്പിറ്റലിൽ വരണമെന്നുണ്ട്. ചന്ദ്രമോഹൻ ചോദിക്കും ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പോരെ സാർ, സാറിന് അവിടുന്ന് ഫ്ലൈറ്റ് കയറിയാൽ 2-3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താമല്ലോ. എന്താണേലും താൻ അറിയിക്കുന്നു പറഞ്ഞാണ് കോള് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന ദിവസമായിട്ടുണ്ട്. മീനാക്ഷി ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുമ്പം അമ്മയാണ് കൂടെയുള്ളത്. ഡോക്ടർ ചോദിക്കുന്നുണ്ട് വെറുതെ വന്നതേ ഉള്ളോ അതോ പീരീഡ്സ് ആയിട്ട് ഇപ്പം എത്ര ദിവസമായി? മീനാക്ഷി പറയും 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ചോദിക്കും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് തോന്നുന്നുണ്ടോ? മീനാക്ഷി പറയും അങ്ങനെയില്ല, പക്ഷേ എന്തോ ഒരു അസ്വസ്ഥതയുള്ള പോലെ. ഡോക്ടർ പറയും എന്താണെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സംശയം വെച്ചോണ്ടിരിക്കണ്ടല്ലോ, ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അതും പറഞ്ഞ് ടെസ്റ്റിന് എഴുതി കൊടുക്കുന്നുണ്ട്. പ്രസന്നയുടെ മുഖത്ത് തെളിച്ചൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അമ്മ എന്തു പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നത്, സന്തോഷമില്ലേ? അവർ പറയും എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ഡോക്ടറെ, കല്യാണം കഴിക്കാത്ത എൻ്റെ മകൾ ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ എന്ത് സമാധാനം പറയും? ഡോക്ടർ പറയും ഈ നാട്ടുകാരും വീട്ടുകാരും ഒന്നും നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ നിന്നില്ലല്ലോ, അങ്ങനെയുള്ളവരുടെ വാക്ക് നിങ്ങളെന്തിനാ കേൾക്കാൻ നിൽക്കുന്നത്? അതൊക്കെ അങ്ങ് തള്ളിക്കളാ. ഇപ്പം എന്താണെങ്കിലും ഈ ഒരു തീരുമാനം എടുത്തല്ലോ, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക, നല്ല രീതി ചിന്തിച്ച് മുന്നോട്ട് പോ. അങ്ങനെ പറഞ്ഞ് ടെസ്റ്റിന് എഴുതി കൊടുത്ത് വിടും. ചന്ദ്രമോഹൻ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. മുകുന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് അറിഞ്ഞില്ല, വൈകാതെ തന്നെ അറിയുമെന്ന്. മുകുന്ദൻ പറയുന്നുണ്ട് പോസിറ്റീവ് ആയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ പിന്നെ 1 മാസം കൂടി വെയിറ്റ് ചെയ്യണ്ടേ. ചന്ദ്രമോഹൻ പറയും സാറിന് കുറച്ച് തിടുക്കം കൂടുതലല്ലേ? മുകുന്ദൻ പറയും അതുകൊണ്ടല്ലടോ, 1 മാസം കൂടി കഴിയുമ്പം അവരുടെ മനസ്സ് മാറി എന്ത് ചെയ്യും? തുളസിച്ചേട്ടൻ ഒന്നാമത് ഒരു മൊസഡൻ സ്വഭാവമാണല്ലോ. ചന്ദ്രമോഹൻ പറയും ആ കാര്യത്തിൽ സാറ് പേടിക്കണ്ട, ആരുടെയൊക്കെ മനസ്സ് മാറിയാലും മീനാക്ഷിയുടെ മനസ്സ് മാറില്ല, മീനാക്ഷി ഇതിൽ ഉറച്ചു തന്നെ നിൽക്കും. മീനാക്ഷിയും പ്രസന്നയും കൂടെ ഡോക്ടർ വിളിക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡോക്ടർ വിളിക്കുമ്പോൾ അവരകത്തേക്ക് ചെല്ലുന്നുണ്ട്. മീനാക്ഷിയോട് ഡോക്ടർ പറയും മീനാക്ഷി സംശയിച്ച് ശരി തന്നെയാ, മീനാക്ഷിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ആദ്യം വരുന്നത് സന്തോഷം തന്നെയാണ്, തൻ്റെ കുഞ്ഞ് എന്നൊരു ചിന്ത അവളിലേക്ക് വരുന്നുമുണ്ട്. എന്നാൽ പ്രസന്നയുടെ മുഖം അത്ര തെളിച്ചുള്ളതൊന്നും അല്ല. ഡോക്ടർ പ്രസന്നയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രസന്നയുടെ ആവലാതി എന്താണെന്ന് വെച്ചാൽ മീനാക്ഷി കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമോ, കല്യാണം ഉണ്ടാവും എന്നൊക്കെയാണ്. ഡോക്ടർ അവരോട് പറയും ഇപ്പം നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചത് ആ കുഞ്ഞല്ലേ, അപ്പം ആ കുഞ്ഞിനെ ആ രീതിയിലേ കാണാവുള്ളൂ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ആളാ, മീനാക്ഷിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം പ്രസന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മീനാക്ഷിയോട് പറയും മീനാക്ഷി എപ്പോഴും മനസ്സിൽ കരുതേണ്ട കാര്യം ഇത് മീനാക്ഷിയുടെ കുഞ്ഞല്ല, മീനാക്ഷി അതിനെ ക്യാരി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ കുഞ്ഞിനെ അതിൻ്റെ അവകാശികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതാ, മീനാക്ഷി എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെ പറയും. ചന്ദ്രമോഹനെയും കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. മുകുന്ദൻ അക്ഷമയോടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. മുകുന്ദൻ്റെ അടുത്ത് എന്ന് ചന്ദ്രമോഹൻ പറയും സാർ പോസിറ്റീവാന്ന് പറയും. അത് കേൾക്കുമ്പം തന്നെ മുകുന്ദൻ ഒരുപാട് സന്തോഷമാവും. ചന്ദ്രമോഹൻ പറയും സാറിന് ഭാഗ്യമുണ്ട്, അതുകൊണ്ടല്ലേ സാറിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നത്. ചന്ദ്രമോഹൻ പറയും എനിക്ക് ഭാഗ്യമൊന്നും ഇല്ലടോ, എനിക്കൊരു പുത്രഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കൊരു കുഞ്ഞ് ജനിച്ചേനെ, ഇത് തൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രം നടന്നതാ. ചന്ദ്രമോഹൻ പറയും അങ്ങനെയൊന്നും പറയണ്ട സാർ, ഇതൊരു ഭാഗ്യം തന്നെയാ. മുകുന്ദൻ പറയും എടോ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ സാർ? എനിക്ക് ഇപ്പം മീനാക്ഷി ഒന്ന് കാണാൻ തോന്നുക. ചന്ദ്രമോഹൻ പറയും അതിനെന്താ സാർ, സാർ കാണണം, സാറ് കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ കാണേണ്ടത്? മുകുന്ദൻ ചോദിക്കും തനിക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? ചന്ദ്രമോഹൻ പറയും ഉണ്ട് സാർ, നമ്മൾ എത്രയൊക്കെ കരാറുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ സാറും അമ്മ മീനാക്ഷിയുവാ, ആർക്കും അത് മായ്ച്ചു കളയാൻ പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് വരാം. മുകുന്ദൻ പറയും മീനാക്ഷി മാത്രം മതി, അവളുടെ അമ്മ വേണ്ട. ചന്ദ്രമോഹൻ പറയും അവരെ ഞാൻ എന്തേലും പറഞ്ഞ് മാറ്റിക്കോളാം, പക്ഷേ സാറിനെ കണ്ടാൽ തിരിച്ചറിയുവോ, കല്യാണത്തിന് കണ്ടതല്ലേ? മുകുന്ദൻ പറയും ഓ ഇല്ലടോ, കല്യാണത്തിന് പല ആളുകളെ കാണുന്നില്ലേ, അതിലൊരാൾ അത്രേ കാണത്തുള്ളൂ, മാത്രമല്ല അങ്ങനെ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല, ഞാൻ വേണമെങ്കിൽ സൺഗ്ലാസും കൂടി വെച്ചേക്കാം. എന്നാൽ ശരിയെന്നും പറഞ്ഞ് മീനാക്ഷിയെ വിളിക്കാൻ വേണ്ടി അയാൾ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം പ്രസന്നയാണെങ്കിൽ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ ചന്ദ്രമോഹൻ ഇത് എവിടെയാ, വേഗം വന്നിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു, ഇനി നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. മീനാക്ഷി പറയും ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രമോഹൻ അങ്ങോട്ട് വരും. ചന്ദ്രമോഹനെ കാണുമ്പം പ്രസന്ന പറയുന്നുണ്ട് നമുക്കിനി വീട്ടിലേക്ക് പോകാം, എത്ര നേരം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ചന്ദ്രമോഹൻ പറയും പോവാം, അതിനു മുമ്പ് മീനാക്ഷി ഒരാൾക്കൊന്ന് കാണണം. പ്രസന്ന പറയും അതിനെന്താ, അവർക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ? ചന്ദ്രമോഹൻ പറയും അത് പറ്റില്ല, മീനാക്ഷി എൻ്റെ കൂടെ പാർക്കിംഗ് ഏരിയ വരെ ഒന്ന് വരണം.
പ്രസന്ന പറയും ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. അയാൾ പറയും അത് വേണ്ട, ചേച്ചി ഇവിടെ നിന്നാൽ മതി. അവർ ചോദിക്കും അതെന്താ ഞാൻ വന്നാൽ? ചന്ദ്രമോഹൻ പറയും നമ്മളുടെ ഈ കരാറിന് പല രഹസ്യ സ്വഭാവമുണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. മീനാക്ഷി പറയും ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. പ്രസന്ന പറയും എന്നാൽ പിന്നെ ശരി, പോയിട്ട് വാ. അങ്ങനെ ചന്ദ്രമോഹൻ്റെ കൂടെ മീനാക്ഷി പാർക്കിങ്ങിലേക്ക് ചെല്ലും. ഈ സമയം കാറിൻ്റെ മിററിലൂടെ മുകുന്ദൻ കാണുന്നുണ്ട് ചന്ദ്രമോഹനും മീനാക്ഷിയും കൂടെ വരുന്നത്. ഉടനെ തന്നെ മുകുന്ദൻ കണ്ണട മാറ്റി സൺഗ്ലാസ് എടുത്ത് വെക്കും. മുകുന്ദൻ്റെ അടുത്ത് ചെല്ലുമ്പം സാറിന് വിളിക്കും. മുകുന്ദൻ തിരിഞ്ഞു നോക്കും. മീനാക്ഷിക്ക് ആളെ മനസ്സിലാവത്തില്ല. മീനാക്ഷിയോട് ചന്ദ്രമോഹൻ ചോദിക്കും ഇതാരാന്ന് മനസ്സിലായോ? മീനാക്ഷി ഇല്ലാന്ന് പറയും. ചന്ദ്രമോഹൻ പറയും ഇതാണ് മീനാക്ഷിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അത് കേൾക്കുമ്പോൾ ആദ്യം മീനാക്ഷിക്ക് ഒരു അമ്പരപ്പാണ്. മുകുന്ദൻ ഒരു ചിരിയോടെ നിൽക്കുകയാണ്. മീനാക്ഷി അയാളുടെ മുന്നിൽ കൈ കൂപ്പുന്നുണ്ട്. മുകുന്ദൻ പറയും മീനാക്ഷി സന്തോഷത്തോടെ ഇരിക്കണം, ഒരു വിഷമം വേണ്ട. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചന്ദ്രമോഹൻ പറഞ്ഞ് എനിക്കറിയാം, പക്ഷെ അതൊന്നും ഓർത്ത് മീനാക്ഷി വിഷമിക്കരുത്. ആരോഗ്യം നോക്കണം. എന്തിനും സഹായത്തിന് ഞാനുണ്ടാവും, ചന്ദ്രമോഹനും ഉണ്ടാവും. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. മീനാക്ഷി പറയും അറിയാം സാർ, സാറ് നല്ല ആളൊക്കെയാന്ന് ചന്ദ്രമോഹൻ സാറ് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് നന്ദി എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പുമ്പം മുകുന്ദൻ ആ കൈ കയറി പിടിക്കും. എന്നിട്ട് പറയും മീനാക്ഷി ഒരു കാരണവശാലും കരയരുത്, എനിക്കത് മാത്രമേ മീനാക്ഷിയോട് പറയാനുള്ളൂ. ഈ കുഞ്ഞിനെ നല്ല പോലെ നോക്കണം. മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ചന്ദ്രമോഹൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഇവർ സംസാരിക്കുമ്പം. മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് കൈ വിട്ടിട്ട് മുകുന്ദൻ പറയുന്നുണ്ട് കുഞ്ഞിനെ കൈമാറി കഴിഞ്ഞാലും മീനാക്ഷിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി, എല്ലാത്തിനും ഞങ്ങൾ കൂടെ കാണും, എന്തുണ്ടെങ്കിലും പറയാതിരിക്കരുത്. ശരി സാറിന് മീനാക്ഷി പറയും. എന്നാൽ പിന്നെ പൊക്കോട്ടെ എന്ന് ചോദിക്കും. ചന്ദ്രമോഹനും അടുത്തേക്ക് വരും. മുകുന്ദൻ പറയും എന്നാൽ ചന്ദ്രമോഹ മീനാക്ഷിയും കൊണ്ട് പൊക്കോളാന്. അങ്ങനെ മീനാക്ഷിയും കൂടി ചന്ദ്രമോഹൻ അകത്തേക്ക് തന്നെ പോകും. മീനാക്ഷി മുകുന്ദനെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. മുകുന്ദനും തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്നൊരു ഇത് മീനാക്ഷി കാണുമ്പം വരുന്നുണ്ട്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.